കാർഷിക വാർത്തകൾ. മത്സ്യബന്ധന സബ്സിഡിയിൽ പുതിയ ചട്ടങ്ങൾ, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്ക. ലോക വ്യാപാര സംഘടനയുടെ മത്സ്യബന്ധന സബ്സിഡി കരാറിൽ ഇന്ത്യ അംഗമായതോടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ആശങ്ക ശക്തമാകുന്നു. അമിത മത്സ്യബന്ധനത്തിനും അനധികൃത മത്സ്യബന്ധനത്തിനും പ്രോത്സാഹനം നൽകുന്ന സബ്സിഡികൾ നിയന്ത്രിക്കുകയാണ് കരാറിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഭാവിയിൽ പുതിയ നിയമങ്ങളും നിയന്ത്രണങ്ങളും ചെറുകിട മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ ബാധിക്കുമെന്നാണ് വിവിധ സംഘടനകളുടെ ആശങ്ക. അതേസമയം ഇന്ത്യയുടെ മത്സ്യബന്ധന മേഖല പ്രധാനമായും ചെറുകിട മത്സ്യത്തൊഴിലാളികളെ ആശ്രയിച്ചുള്ളതാണെന്നും അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് കരാറിൽ ചേർന്നതെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. സമുദ്രവിഭവങ്ങളുടെ സംരക്ഷണത്തിനും സുസ്ഥിര മത്സ്യബന്ധനത്തിനും ഈ കരാർ സഹായകരമാകുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിൽ മറ്റൊരു വിദേശ ഫലത്തിനു കൂടിയും പ്രിയമേറുന്നു. ലിച്ചിയെ വെല്ലാൻ ലോങ്ങൻ കൃഷിയിലേക്ക് കർഷകരുടെ ശ്രദ്ധ. കേരളത്തിൽ വിദേശ ഫല കൃഷിയിലേക്ക് കർഷകരുടെ താൽപര്യം വർദ്ധിക്കുമ്പോൾ ലോങ്ങൻ പഴവും ശ്രദ്ധ നേടുകയാണ്. ലിച്ചിയോട് സാമ്യമുള്ള ഈ പഴം നല്ല നീർവാർച്ചയുള്ള അയവുള്ള മണ്ണിലും ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയിലും മികച്ച രീതിയിൽ വളരും. വെള്ളക്കെട്ട് ഒഴിവാക്കുകയും ജൈവവളം നൽകുകയും ചെയ്താൽ ചെടിയുടെ വളർച്ചയും കായ്ഫലവും മെച്ചപ്പെടും. നട്ടതിനു ശേഷം ഏതാനും വർഷങ്ങൾക്കകം വിളവെടുപ്പ് ആരംഭിക്കാനാകും എന്നാണ് കർഷകർ പറയുന്നത്. പോഷക ഗുണങ്ങൾ കൂടുതലുള്ള ലോങ്ങന് ആഭ്യന്തര വിപണിയിലും ആവശ്യകതയുയരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ കർഷകർക്ക് മികച്ച വരുമാന വിളയാകാനുള്ള സാധ്യതയും വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ വളമേഖലയിൽ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കാൻ കേന്ദ്രത്തിന്റെ പുതിയ നീക്കം. കൃഷിയിൽ അമോണിയ ഉപയോഗത്തിന് ഇനി അനുമതി. യൂറിയയുടെ ഇറക്കുമതിക്കുള്ള ആശ്രയം കുറയ്ക്കാൻ കാർഷിക മേഖലയിൽ അമോണിയയുടെ ഉപയോഗത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. നിലവിൽ യൂറിയ ഉൽപ്പാദനത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെയും വളത്തിന്റെ ഒരു ഭാഗം ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. പുതിയ തീരുമാനം ആഭ്യന്തരമായി അമോണിയയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനും വളനിർമ്മാണ ചെലവ് കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതിലൂടെ വളം വിതരണം കൂടുതൽ സ്ഥിരതയാർന്നാക്കാനും കർഷകർക്ക് സമയബന്ധിതമായി യൂറിയ ലഭ്യമാക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു. രാജ്യത്തിന്റെ വളം മേഖലയിൽ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ തീരുമാനമെന്ന് കേന്ദ്രം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.